കണ്ണൂർ ജില്ലയിലെ മാവിലായി മുണ്ടയോട് എന്ന ഗ്രാമത്തിലാണ് അത്യുത്തര കേരളത്തിലെ അതിപ്രശസ്തമായ കാവുകളിലൊന്നായ കൂടൻ ഗുരുക്കന്മാർ കാവ് സ്ഥിതി ചെയ്യുന്നത്. നാഗാരാധനയുടെ പേരിൽ പ്രസിദ്ധമായ ഗുരുക്കന്മാർ കാവിൽ കൂടൻ ഗുരുനാഥന്റെയും രണ്ട് കാരണവന്മാരുടെയും ഗുരുനാഥന്റെ ഉപാസനാമൂർത്തികളായ വൈരഭാതി പഞ്ചമൂർത്തികളുടെയും ഉറുപ്പഴശ്ശി ദൈവത്താരുടെയും തെയ്യക്കോലം എല്ലാ വർഷവും കുംഭം 13, 14, 15 തീയതികളിൽ കെട്ടിയാടിക്കുന്നു. മാവിലായി മണിക്കുന്ന് തറവാട്ടിലെ ചക്കിയമ്മയ്ക്കും പരദേശിയായ തെക്കും വാഴും സ്വാമിയാർക്കും പിറന്ന മകനാണ് രേരൻ. ചക്കിയമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ സ്വദേശത്തേക്ക് പോവേണ്ടി വന്ന സ്വാമിയാർ തേജോമയനായ ഒരു ആൺകുട്ടി പിറക്കുമെന്ന് പ്രവചിച്ചിരുന്നു. അവന് അക്ഷരാഭ്യാസവും അസ്ത്രാഭ്യാസവും നൽകാൻ താൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ അദ്ദേഹം യാത്രയായി. കുഞ്ഞ് ജനിച്ച് അമ്മാവന്മാരുടെ സംരക്ഷണയിൽ വളർന്നു. വിദ്യാഭ്യാസ കാലഘട്ടമായപ്പോൾ പിതാവ് തിരിച്ചെത്തി. അവന് അക്ഷരാഭ്യാസവും ആയുധാഭ്യാസവും ശ്രദ്ധാപൂർവം നൽകി. കളരിയിലും അസ്ത്രവിദ്യയിലും ബിക്കൊല്ല ഗുരുക്കളുടെ നേതൃത്വത്തിൽ ഉപരിപഠനം നടത്തി. വൈദ്യം, ജ്യോതിഷം എന്നീ ശാസ്ത്രങ്ങളിലും ചെറിയ പ്രായത്തിൽ തന്നെ രേരൻ അസാമാന്യ പാടവം പ്രകടിപ്പിച്ചു. ഇന്ദ്രജാലം, മഹേന്ദ്രജാലം, പാഷാണം പത്ത് എന്നീ അതിനിഗൂഢ ശാസ്ത്രങ്ങളുടെ മാന്ത്രിക വിദ്യകളും പരിപ്പൻകടവത്ത് സമ്പ്രദായങ്ങളുടെ കീഴിൽ ഗുരുകുല സമ്പ്രദായത്തിൽ സ്വായത്തമാക്കി. ഇന്നത്തെ പാവന്നൂർ കടവിൽ നിന്ന് കുറച്ചു കിഴക്കുമാറി പരിപ്പൻകടവ് സമ്പ്രദായങ്ങളുടെ ആരുടം ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു. വൈരഭാതി പഞ്ചമൂർത്തികളെ ഉപാസിച്ച് അദ്ഭുത സിദ്ധികൾ സ്വന്തമാക്കിയ രേരൻ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി വളർന്നു. എന്നാൽ സമൂഹത്തിലെ ഉച്ചനീചത്വവും ഐത്തവും തീണ്ടലുമൊന്നും അംഗീകരിക്കാൻ ആ യുവാവ് ഒരിക്കലും തയ്യാറായില്ല. അത്തരം സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ രേരൻ ഉറച്ച നിലപാടെടുത്തു. തീയ സമുദായത്തിൽപ്പെട്ട രേരന് തൻ്റെ സമുദായത്തിലെ 5ാം പത്തികളോടായിരുന്നു കടുത്ത അമർഷം തോന്നിയത്. കൂടൻ ഗുരുക്കൾ ഒരു ചേകവൻ യോദ്ധാവും കളരിപ്പയറ്റ് ആചാര്യനുമായിരുന്നു. ആയോധന കലകളിൽ ബോധിധർമ്മനെ പോലെ തന്നെ ആയോധന കലയിലും ആത്മീയതയിലും ഉയർന്ന തലം കൈവരിച്ചതായും പരമ്പരാഗതമായി സിദ്ധി എന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥയിലെത്തിയതായും വിശ്വസിക്കപ്പെടുന്നു. ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജീവിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക അനീതികളെയും അസമത്വങ്ങളെയും എതിർത്തതിലൂടെയാണ് അദ്ദേഹം പ്രശസ്തിയിലേക്ക് ഉയർന്നത്. അങ്ങനെ വളപട്ടണം കോട്ടയിൽ വാഴുന്ന കോലത്തിരിയുടെ മുമ്പാകെ രേരനെക്കുറിച്ചുള്ള പരാതികളുടെ പ്രവാഹമായിരുന്നു. രേരനെ അവസാനിപ്പിച്ചില്ലെങ്കിൽ സവർണ ജാതിക്കാർ അപമാനിതനായി കഴിയേണ്ടി വരുമെന്ന് ചിലർ രാജാവിനെ ഉണർത്തിച്ചു. രേരനെ വകവരുത്താനായി രാജാവ് പദ്ധതികൾ തയ്യാറാക്കി. ദൂതനെ അയച്ച് രേരനോട് രാജസന്നിധിയിൽ എത്താൻ ആവശ്യപ്പെട്ടു. മാറത്തടിച്ചു കരഞ്ഞ അമ്മയെ ആശ്വസിപ്പിച്ച് രേരനും അമ്മാവന്മാരും ചങ്ങാതിയും വളപട്ടണത്തേക്ക് പുറപ്പെട്ടു. അമ്മൂപ്പറമ്പ്, കിഴുന്ന, ചാലാട്, കുന്നാവ് വഴിയായിരുന്നു അന്നത്തെ യാത്ര. വഴിയിലുടനീളം രാജാവിൻ്റെ നിരവധി പരീക്ഷണങ്ങളായിരുന്നു രേരനെ കാത്തിരുന്നത്. എന്നാൽ എല്ലാ പരീക്ഷണങ്ങളെയും മറികടന്ന് രേരനും കൂട്ടരും വളപട്ടണം കോട്ടയിലെത്തി. കോട്ടയ്ക്കകത്തും അദ്ദേഹത്തെ കാത്ത് ചതിക്കുഴികൾ ഒരുക്കിയിരുന്നു. ഏതു വിധേയനെയും തീയജാതിയിൽപ്പെട്ട രേരനെ അവസാനിപ്പിക്കുക എന്നതായിരുന്നു രാജാവിൻ്റെ പദ്ധതി. എന്നാൽ ഒരു പരീക്ഷണവും രേരന് പ്രതിബന്ധം സൃഷ്ടിച്ചില്ല. അവസാന പരീക്ഷണമെന്ന നിലയിൽ രാജാവ് രേരനോട് ആവശ്യപ്പെട്ടതിങ്ങനെ: രേര, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബെക്കലം ഇപ്പോൾ മുഹമ്മദിയുടെ കയ്യിലാണ്. ബപ്പനെന്നും ബഡുവനെന്നും പേരായ 2 സൈന്യത്തലവന്മാരും സംഘവുമാണ് അത് കൈയടക്കിയിരിക്കുന്നത്. ബേക്കലം തിരിച്ചു പിടിച്ചു തന്നാൽ നിനക്കെന്തു വേണമെങ്കിലും തരാം. നാട്ടാൽ പാതി, വീട്ടാൽ പാതി, എന്തു വേണമെങ്കിലും ചോദിക്കാം. രാജാവിൻ്റെ ഈ വാക്കുകൾ രേരൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് സൂചന നൽകുന്നുണ്ട്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി ഭരണകൂടം സ്ഥാപിച്ചതും മറ്റു സ്ഥലങ്ങൾ കീഴടക്കിയതും ഭാമിനി സുൽത്താൻമാരാണ്. 1347 തുടങ്ങി 1526 അവസാനിച്ചതാണ് അവരുടെ ഭരണകാലഘട്ടം. അവരുടെ ഭരണകാലത്തിൻ്റെ ആദ്യകാലത്ത് 1360കളിൽ ആയിരിക്കാം ബേക്കലം അവരുടെ കയ്യിൽ പെട്ടതെന്നാണ് കരുതപ്പെടുന്നത്. രാജാവിൻ്റെ ആവശ്യം നിറവേറ്റാൻ തയ്യാറായ രേരൻ ആവശ്യപ്പെട്ടത് വളപട്ടണം കോട്ടയിലെ ഐത്തവും തീണ്ടലും ഒഴിവാക്കിത്തരണമെന്ന് മാത്രമാണ്. തൻ്റെ അസാമാന്യമായ ആയുധവിദ്യകളാലും അദ്ഭുത സിദ്ധികളാലും ഭാമിനി സൈന്യത്തെ തോൽപ്പിച്ച് രേരൻ ബേക്കലം തിരിച്ചു പിടിച്ചുവെന്നാണ് ഐതിഹ്യം. കോട്ടയിൽ കോലത്തിരിയുടെ കൊടിയുയർത്തി തിരിച്ചുവരുന്ന തീയ യുവാവിനെ ആദരിക്കാനുള്ള ജാള്യത രാജാവിൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. പിന്നെയും ചില വിഘ്നങ്ങളൊക്കെ സൃഷ്ടിച്ചെങ്കിലും അതൊക്കെ രേരൻ്റെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ വിലപ്പോയില്ല. അവസാനം രേരൻ്റെ അസ്ത്രവിദ്യ നേരിട്ട് കാണണം എന്നാവശ്യപ്പെട്ട രാജാവിനെയും
അനുചരന്മാരെയും സാക്ഷിയാക്കി രേരൻ കോട്ടയുടെ അരമതിലിൻ്റെ മുകളിൽ ചെന്നുനിന്ന് തൊടുത്ത അസ്ത്രം കോലത്തുവയൽ എന്ന സ്ഥലത്ത് പതിച്ചു. ആ അസ്ത്രം വീണ്ടെടുക്കാൻ 12 നായർ പടയാളികളും 12 കുതിരകളും 12 ആനകളും ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ലത്രേ. രേരന്റെ കഴിവുകൾക്ക് മുമ്പിൽ തോൽവി സമ്മതിച്ച കോലത്തിരി ആവശ്യപ്പെടുന്ന എന്തും നൽകാൻ തയ്യാറായി. എന്നാൽ തമ്പുരാന്റെ പ്രതീക്ഷയ്ക്കപ്പുറത്തായിരുന്നു ധീരയോദ്ധാവായ രേരന്റെ നിലപാട്. നാട്ടാൽ പാതിയും വേണ്ട, വീട്ടാൽ പാതിയും വേണ്ട, എനിക്ക് സാമ്പത്തികമായി ഒരു ആനുകൂല്യവും വേണ്ട. വളപട്ടണം കോട്ടയിൽ ഐത്തം ഒഴിവാക്കിയ തമ്പുരാൻ തൻ്റെ നാട്ടിലെ ഐത്തവും ഒഴിവാക്കി തരണമെന്നും സവർണ തറവാടുകളിൽ ചെന്ന് അത് നേരിട്ടറിയിക്കാനുള്ള അവകാശം നൽകണമെന്നും അദ്ദേഹം അപേക്ഷിച്ചു. രേരന്റെ നിസ്വാർത്ഥമായ ആവശ്യം രാജാവ് പൂർണ്ണ സന്തോഷത്തോടെ അംഗീകരിച്ചു. കൂടൻ എന്ന സ്ഥാനപ്പേരും നൽകി ആദരിച്ചു. ഇന്നും കൂടൻ ഗുരുനാഥൻ്റെ പിന്മുറക്കാർ ഈ പേരിൽ അറിയപ്പെടുന്നു. അമ്മാവന്മാരെ തണ്ടയാൻ, അണുക്കൻ എന്നിങ്ങനെയും വിശേഷിപ്പിച്ചു. ആലേരിക്കണിച്ചാൻ അകമ്പടിയും പിന്മുറക്കാരും കൂടൻ കുടുംബവുമായിട്ടുള്ള സൗഹൃദ ബന്ധം കാലാകാലം നിലനിർത്താനും രാജാവ് ആവശ്യപ്പെട്ടു. തൻ്റെയും തൻ്റെ അമ്മാവന്മാരുടെയും ഉപാസനാമൂർത്തികളായ പഞ്ചമൂർത്തികളുടെയും തെയ്യക്കോലങ്ങൾ കാലാകാലം കെട്ടിയാടിക്കാൻ അനുവാദം തരണമെന്ന് രേരൻ കോലത്തിരിയോട് അപേക്ഷിച്ചു. പുലയും വാലായ്മയും തടസ്സമാവാതെ തങ്ങളുടെ കുടുംബത്തിന് തെയ്യം കെട്ടിയാടിക്കാൻ പറ്റാത്ത കാലത്ത് കോലത്തിരിയുടെ പിന്മുറക്കാർ ആ കടമ നിർവഹിക്കണമെന്നും കോലത്തിരിയുടെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഉത്സവം നടത്തൂ എന്നും കോലത്തിരിയിൽ നിന്നും രേരൻ സമ്മതം വാങ്ങി. കഴിവേറ്റാൻ വിളിപ്പിച്ച രേരനെ അത്യധികം ബഹുമാനാദരങ്ങളോടെയാണ് രാജാവ് തിരിച്ചയച്ചത്. വരുന്ന വഴി രേരനും കൂട്ടരും അഴീക്കോട് കോട്ടുങ്ങൽ തറവാട്ടിൽ താമസിച്ചതായും തറവാട്ടിലെ യുവാക്കൾക്ക് ചില വിദ്യകൾ പകർന്നു നൽകിയതായും കൂടൻ ഗുരുനാഥൻ്റെ തോറ്റത്തിൽ പരാമർശിക്കുന്നുണ്ട്. അന്ന് കൊടുങ്കാടായിരുന്ന അമ്മൂപ്പറമ്പിലെത്തിയപ്പോൾ പോരടിക്കുന്ന 2 നാഗങ്ങളെ കണ്ട രേരൻ തൻ്റെ മന്ത്രശക്തിയാൽ നാഗങ്ങളെ ശാന്തരാക്കി കൂടെ കൂട്ടി കാവിൻ്റെ തൊട്ടടുത്തുള്ള വള്ളിക്കെട്ടിൽ കുടിയിരുത്തിയെന്നാണ് ഐതിഹ്യം. നാഗാരാധനയ്ക്ക് സുപ്രസിദ്ധമാണ് കൂടൻ ഗുരുക്കന്മാർ കാവ്. എല്ലാ ആയില്യം നാളിലും കാവിൽ നാഗപൂജ നടത്താറുണ്ട്. ഗുരുക്കന്മാർ കാവിലെ കോമരത്തിന് തീർക്കാൻ കഴിയാത്ത നാഗദോഷമില്ലെന്നാണ് അനുഭവസ്ഥർ പറയാറ്. തൻ്റെ 28-ാം വയസ്സിൽ കൂടൻ ഗുരുക്കൾ എരിഞ്ഞേരി മല കയറിപ്പോയി സമാധിയായെന്നും തന്നെ ആദരിച്ച രാജാവ് ഒടുവിൽ ചതിയിൽപ്പെടുത്തി കൂടൻ ഗുരുക്കളെ കൊലപ്പെടുത്തിയെന്നും 2 ഐതിഹ്യങ്ങൾ പറയാറുണ്ട്. വൈകുന്നേരം ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് ഗുരുക്കന്മാർ തെയ്യത്തിൻ്റെ പുറപ്പാട്. കാവിലെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഒടുവിൽ ദണ്ഡയ്ക്ക് പോകുന്ന ഒരു ചടങ്ങുണ്ട്. അതിനു മുമ്പായി തറവാട്ടിലെത്തി തറവാട്ടിലെ എല്ലാ തറവാട്ടംഗങ്ങളെയും കണ്ട് വിശേഷങ്ങളെല്ലാം ചോദിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ച് യാത്ര ചോദിക്കുകയാണ്. ഈ ദണ്ഡയ്ക്ക് പോകൽ ചടങ്ങ് ഗുരുനാഥൻ തെയ്യം പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരുടെ വീടുകളിൽ സന്ദർശിച്ച് ചൊരിയാൻ പോകുന്നതാണെന്നുള്ള ഒരു ഐതിഹ്യവും പറയുന്നുണ്ട്. ദണ്ഡയ്ക്ക് പോകുന്ന സമയത്ത് കൂടെ കാവിനകത്ത് വൈരവൻ തെയ്യം ഉണ്ടാവും. വൈരവൻ തെയ്യത്തിനെയാണ് ഏൽപ്പിച്ചിട്ടാണ് ഗുരുക്കന്മാർ തെയ്യം ദണ്ഡയ്ക്ക് പോകുന്നത്. ദണ്ഡയ്ക്ക് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഏതാണ്ട് വെളുപ്പിന് 4-5 മണിയോടുകൂടിയാണ് തിരിച്ച് വരുന്നത്. തിരിച്ച് വന്നു കഴിഞ്ഞാൽ തറവാട്ടിൽ വെച്ചിട്ടാണ് തെയ്യത്തിൻ്റെ മുടിയഴിക്കുക. ഇതോടുകൂടിയാണ് ഇവിടുത്തെ ചടങ്ങുകൾ പൂർത്തിയാവുന്നത്. ഐത്തവും ഉച്ചനീചത്വവും ആ ദേശത്ത് തിരിച്ചു വന്നുവെങ്കിലും അതിനെതിരെ പടനയിച്ച കൂടൻ രേരൻ എന്ന തങ്ങളുടെ ഗുരുനാഥനെ പിൻതലമുറ ആദരവോടെ ഓർക്കുകയും തെയ്യക്കോലം കെട്ടി ആടിക്കുകയും ചെയ്യുന്നു.